സംസ്ഥാന നേതാവ് ജെഫ്രി മുത്തുക്കോയ തങ്ങളുമായി തരൂരിന്റെ കൂടിക്കാഴ്ച ഇന്ന് നടന്നു. അദ്ദേഹത്തിന്റെ രണ്ടാം പര്യടനം മലബാറിലേത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തരൂർ വിശ്വ പൗരനെന്നാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. ഒപ്പം തരൂർ ഇതിനു മുമ്പുണ്ടായ വിവാദമായ കാര്യങ്ങളിൽ ഒരു വിശദീകരണം കൂടി നടത്തി. താൻ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് തരൂർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. സംസാരത്തെക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾ ഇടയിൽ സംസാരിച്ചു, ചിലത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. പക്ഷേ എല്ലാ വിധത്തിലും നന്നായി നടന്നൊരു മീറ്റിംഗ് ആണ് മാത്രമേ പറയൂ. നോക്കൂ, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും 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 ഒരേ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് കുറച്ച് ക്ഷീണിച്ചു. ഞാൻ വെറും പറയട്ടെ, ഇപ്പോൾ ഞാനൊരു MP ആണ്. അടുത്ത വർഷം നമ്മൾ ലോക്സഭ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. 1.25 വർഷം അതിനുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റേ തെരഞ്ഞെടുപ്പിന് ഇനി സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതിന് ഇത്ര വലിയൊരു വിഷയമാക്കാൻ ഓണസ്റ്റ്ലി എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ ഞാൻ നാളെ ഒരു മത്സരത്തിൽ നടന്ന കാരണമായിരിക്കും നിങ്ങളല്ലെങ്കിൽ വിനേഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, തരൂർ തന്നെ പറയുന്നു, ഞാൻ പറഞ്ഞു മടുത്തു എന്ന തരത്തിൽ. എവിടെ കണ്ടാലും മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഒന്ന് തന്നെയാണ്. അദ്ദേഹം ഇന്നും പറഞ്ഞു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ താൻ എന്താണ് പറയുക? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയുക എന്നതാണ് തരൂർ ചോദിക്കുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു അദ്ദേഹത്തിന്റെ പര്യടനം അവിടെ? ഒപ്പം സമസ്തയുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് നടന്നത്. എത്രമാത്രം പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയായിരുന്നു? അതിനുശേഷം സമസ്ത നേതാക്കളുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? രേണുക, ഇന്നലെയാണ് ശശി തരൂർ കോഴിക്കോട് എത്തിയത്. ഇന്നലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം അദ്ദേഹം റൂമിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് രാവിലെ 9:30 അദ്ദേഹം പുറപ്പെട്ടത്. അദ്ദേഹം 10 മണിയോടുകൂടി സമസ്ത ആസ്ഥാനത്തെത്തി. അതിനുശേഷം ജെഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. തികച്ചും സൗഹൃദമായ സംഭാഷണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ശശി തരൂരും അതുപോലെ തന്നെ ജെഫ്രി മുത്തുക്കോയ തങ്ങളും പറയുന്നത്. അതിനകത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റേതെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം പാർട്ടിയാണ് താൻ ഏത് സ്ഥാനത്തിരിക്കണം, എന്ത് പദവി വഹിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് എന്നുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയും ജനങ്ങളും കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ജെഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളെ കണ്ടു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രകടനമാണ് ശശി തരൂരിൻ്റെത് എന്ന് അദ്ദേഹം പ്രശംസിക്കാനും മറന്നില്ല. ഒപ്പം തന്നെ കോൺഗ്രസിനോട് നല്ല സമീപനമാണ്. ശശി തരൂർ ഒരു വിശ്വ പൗരനാണെന്നും അദ്ദേഹം ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമുദായത്തെ പരിഗണിക്കുന്നവർ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നുള്ള ഒരു സൂചന, അല്ലെങ്കിൽ ശശി തരൂരിനാണ് തങ്ങളുടെ പിന്തുണ എന്നുള്ളൊരു പരോക്ഷമായ സൂചന നൽകാനും ജെഫ്രി മുത്തുക്കോയ തങ്ങൾ മറന്നിട്ടില്ല. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തരൂരിന്റെ പര്യടനം തുടരുകയാണ്.